ാണോ വീട്ടിൽ തനിച്ചിരുത്താനും പറ്റില്ല. പ്രിയഞ്ചേട്ടൻ രാത്രിയാകുമ്പോ വീട്ടിലേക്ക് പോയിക്കോളൂ. ദർശന പരീക്ഷ എഴുതാൻ പോയി കഴിയുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. പാർവതി, പാർവതിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയൂ? ഞാൻ നോക്കിക്കോളാം സർ. കമ്പനിയിൽ നിന്നും എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. ആ കരുണാകരനാണ് അവരെ തടഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി ഭക്ഷണം കൊണ്ടുവരാം. വാർഡനോട് ഇന്ന് വരുന്നില്ലെന്നും പറഞ്ഞോളാം. അതുവരെ സാറ് പ്രിയഞ്ചേട്ടന്റെ കൂടെ ഇരിക്കോ? ഷുവർ. ശരി. പ്രിയൻ, വാ. പേടിക്കണ്ട, ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. സർ. ആ പാർവതി, മോഹനും കൂട്ടരൊക്കെ ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം പ്രിയന്റെ കൂടെ ഇരിക്കായിരുന്നു. പ്രിയന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മകന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. സാറ് ഭക്ഷണം കഴിച്ചോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏയ് വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാ. മമ്മി കുറെ നേരമായിട്ട് വിളിക്കുന്നു. പാർവതി വരാൻ വേണ്ടിട്ട് കാത്തു നിന്നതാ. പ്രിയൻ, ഞാൻ പോവാ. ശരി സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്ര ലേറ്റ് ആയാലും വിളിച്ചോളൂ, ഞാൻ എത്തും. താങ്ക് യു സാർ. ഇതിനൊന്നും താങ്ക്സ് പറഞ്ഞ് എന്നെ അന്യനാക്കരുത് പ്രിയൻ. പോട്ടെ. പാർവതി, ടേക്ക് കെയർ. പ്രിയഞ്ചേട്ടാ, ഞാൻ അമ്മയുടെ കൂടെ കടയിലേക്ക് പോകാൻ നിന്നതാ. അമ്മ എന്നോട് ദേഷ്യപ്പെട്ടപ്പോ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഞാൻ അമ്മയുടെ കൂടെ പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പാറു. എത്ര വഴക്ക് പറഞ്ഞിട്ടും നീ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ പുറകെ പോവുക വരെ ചെയ്തു. അതുകൊണ്ടല്ലേ നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് ആ ക്ഷമ കാണിച്ചില്ല. പോട്ടേന്ന് കരുതി വിട്ടു. നീ അവിടെ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താവുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. അച്ഛൻ പോയതിനു ശേഷം അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് എനിക്കും ദർശനയ്ക്കും മാത്രമേ അറിയൂ. ഞാൻ താങ്ങായി എന്ന് അമ്മ എപ്പോഴും പറയുമെങ്കിലും സത്യത്തിൽ അമ്മ ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്തത്. ഇത്രയും വലിയൊരു സിറ്റിയിൽ സ്വന്തക്കാരാരുമില്ലാതെ 2 കുട്ടികളെ വളർത്തുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിനക്ക് സങ്കല്പിച്ചൂടെ? ഞങ്ങളെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ തവണ ഞാൻ അമ്മയോട് തർക്കിക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴും അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അമ്മയെ എതിർക്കരുതെന്ന് നീ എന്നോട് ഒരുപാട് തവണ പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ എൻ്റെ വാശിക്ക് വേണ്ടി അമ്മയുടെ മനസ്സമാധാനം തകർത്തു. എന്നെ പോലൊരു നന്ദി കെട്ട മകൻ
ആർക്കും ഉണ്ടാവരുത്. ഇനി അമ്മയോട് മാപ്പി ചോദിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല.